ഇതെല്ലാം കൂടാതെ സാമ്പത്തികമായ ഒരു അൺസർട്ടനിറ്റി ഈ ഫീൽഡിലുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ലക്ഷ്യം വെക്കുന്ന മാർക്കറ്റിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ മിലിറ്ററി പെട്ടെന്ന് ഭരണമേറ്റെടുക്കുന്ന അവസ്ഥ, ഈ തരത്തിലുള്ള അവസ്ഥകളോ രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥകളോ സാമ്പത്തികമായി ആ രാജ്യം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് ഓണിയൻസ്, സവാള കയറ്റി അയക്കുന്ന എക്സ്പോർട്ടർമാർ എൻ്റെ സർക്കിളിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാധനം അയച്ചുകൊണ്ട് അവിടെ ഒരു വലിയൊരു റിസഷൻ, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന അവസ്ഥയിൽ അവർക്ക് അവിടെ ബാങ്കുകളിൽ ഡോളർ കിട്ടാത്ത അവസ്ഥ വരുന്നു. ഡോളർ കിട്ടാതിരുന്നാൽ എങ്ങനെയാണ് അവർ പൈസ ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, എങ്ങനെയാണ് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക? അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതികൾ വലിയൊരു ചലഞ്ചാണ്, വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ കയറ്റുമതി വ്യാപാരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.